സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി ക്ലൈമാക്സ്, സൂപ്പർ ക്ലൈമാക്സ്. ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ പൂണ്ടുകളാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ്, പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളിച്ചടിക്കും പടം. പൊളിച്ചടിക്കും, വേറെ ലെവലാക്കി. അവർ പറഞ്ഞ പോലെ തന്നെ കൈയടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. കൈയടിക്കാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ലാസ്റ്റ് ഒരു 10-25 മിനിറ്റ് ഗൂസ് പമ്പ് സീൻസ് ആണ്. അത് വാവ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. പടം ത്രില്ലർ, മമ്മൂട്ടിയുടെ വേറെ ഒരു അഭിനയമാണ്. ഈ പടം കാണുമ്പോൾ മനസ്സിലാവും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഗെയിം ത്രില്ലർ പടം വന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഹാഫ് പടം എനിക്ക് ഒരു ആവറേജ് ഫീൽ ആണ്. ഗെയിം ത്രില്ലർ നമ്മളും ചെയ്യാത്ത റോളില്ല. സൂപ്പർ, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് പൊളിയാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ. ക്ലൈമാക്സ് സൂപ്പർ. നമ്മള് വിചാരിക്കത്തില്ല രോമാഞ്ചം വന്നു. അമ്മാരി സാധനം. അടിപൊളി പടം. പറയാം, നീ പറ എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ട പടം എങ്ങനെയാണ്? മമ്മൂക്ക ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്ത പടം. എന്റെ ഐറ്റോപ്പാ ഇത്. ഒരു രക്ഷയില്ല, കിളി പറന്നു തോന്നുന്നു തലേന്നൊക്കെ. ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. പ്രതീക്ഷിച്ചില്ല. ഇല്ലില്ല. എന്റെ അമ്മ എമ്പുരാനൊക്കെ എവിടെ പോയി? സൈലന്റ് ആയിട്ട് വന്ന് വയലന്റ് ആയോ? എന്റെ അമ്മ അതേ ഒരു രക്ഷ. ഇത് കണ്ട് മനസ്സിലാണ് എനിക്ക്. ഇപ്പോഴും ഒരു ഷോക്ക് മാറിയിട്ടില്ല കേട്ടാ. അയ്യോ, ഒരു അപാരമായിട്ട് മമ്മൂക്കന്റെ 2000 തൂക്കിയെടുത്ത്. വിഷു തൂക്കി. ഓരോ സംശയമില്ല, വിഷു തൂക്കി. എന്റെ അമ്മ നെറ്റിൽ മാറിയില്ല. ആ ഒരു ക്ലൈമാക്സിൽ ആ ഭാരം എന്റെ അമ്മ. ഏത് മലയാള നടൻ 24ാമത്തെ വയസ്സ് വെല്ലുവിളിക്കുന്നത് ഏതെങ്കിലും നടനുണ്ടോ? ലോക സിനിമയെ തന്നെ മാറ്റി നിർത്തി. ഈ ഒരു സിനിമ ലോക സിനിമയെ തന്നെ മാറ്റി നിർത്തി. ഇന്ത്യൻ സിനിമ എന്നല്ല, ലോക സിനിമ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. പിന്നെ അതിനുപരി ഏറ്റവും ടോപ്പ് ഒരു സസ്പെൻസ്. അത് പോരാതെ നല്ല BGM, നല്ല മേക്കിംഗ്, നല്ല സൂപ്പർ സിനിമ, അടിപൊളി സിനിമ. ക്ലൈമാക്സ് എന്ന് പറയുന്നത് സസ്പെൻസിന്റെ അങ്ങേറ്റം പോയി. അങ്ങേറ്റം. ഇതിൽ വലിയ സസ്പെൻസ് മലയാള സിനിമയിൽ എടുക്കാനില്ല. ഈസ്റ്റർ വിഷു എല്ലാം നോക്കി. ഒരു കുഴപ്പമില്ല. എമ്പുരാന്റെ അപ്പുറത്ത് നിൽക്കോ?